ഹായ്, ഞാൻ അൻവർ ടോറിനോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ബോർഡറിലായ വാണിയമ്പാറയാണ് വന്നിട്ടുള്ളത്. എബിച്ചേട്ടൻ്റെയും അവരുടെ ഫാദറിൻ്റെയായ ഫാം ഹൗസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ട് സിമെൻറ്റ് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും ഫാം ഹൗസിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് എബിച്ചേട്ടനെയാണ്. എബിച്ചേട്ടാ, നമ്മളെ പൈപ്പിൽ എങ്ങനെയാണ് നിങ്ങൾ കുരുമുളക് ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇതിപ്പോൾ നമ്മൾ 6 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 ഇഞ്ച് പൈപ്പ്. ഇത് മൊത്തം 14 അടി നീളമാണുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ എത്ര അടിയാണ് ഫസ്റ്റ് നമ്മൾ കുഴിച്ചിട്ടത് ഒരു 6.5 അടി നീളത്തിൽ. 6.5 അടി നീളത്തിൽ. അപ്പോൾ 2.5 അടി താഴത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2.5 അടി നമ്മൾ കുഴിച്ചത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗർ വെച്ചാണ് കുഴിച്ചത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ തൂമ്പയ്ക്ക് കുഴി എടുത്തിട്ട് ചെയ്യാം. ഓഗർ വെച്ച് നമ്മൾ 8 ഇഞ്ചിൻ്റെ ഓഗറാണ് കുഴി എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് ഓഗർ കുഴി എടുത്തതിന് ശേഷം നമ്മൾ പൈപ്പ് ആദ്യം 6.5 അടി പൈപ്പ് ഇറക്കി വെച്ചതിന് ശേഷം അതിന് നടുക്ക് നമ്മൾ ഒരു 8-ൻ്റെ കമ്പി അല്ലെങ്കിൽ 6-ൻ്റെ കമ്പി നമ്മൾ നടുക്കിട്ടു. ആ കമ്പി ഇട്ടതിന് ശേഷം നമ്മളൊരു 4 അടി ഹൈറ്റ് വരെ, ഏതാണ്ട് ഒരു 4 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 2 അടി ഹൈറ്റ് പോയപ്പോൾ താഴത്തേക്ക് പോയപ്പോൾ ഒരു 4 അടി ഹൈറ്റ് മുകളിൽ കിട്ടും. ആ 4 അടി ഹൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ടു. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കോൺക്രീറ്റിന് ഒരു 4-1 കൂട്ടിനാണ് ഇടുന്നത്. 4-1 4 മെറ്റലും 4 മണലും ഒരു ചട്ടി സിമെന്റ്. 4-1. ഇത് ബേബി മെറ്റലാണോ ഇടുന്നത്? അല്ല, നമ്മൾ സാധാരണ മെറ്റലാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ചോട്ടിൽ നിന്ന് ഒരു 9, അതായത് ഇതിന്റെ ടോപ്പിൽ നിന്ന് ഒരു 9 ഇഞ്ച് താഴെ വരെ നമ്മൾ കോൺക്രീറ്റ് ഇടുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ്. അത് കോൺക്രീറ്റ് നിർത്തിയതിന് ശേഷം നമ്മൾ നനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് മുകളിലേക്ക് വയ്ക്കും. പൈപ്പിന്റെ പകുതി ഒരു 9 ഇഞ്ച് താഴത്തേക്കും ഒരു 9 ഇഞ്ച് മുകളിലേക്കും വെച്ച് നമ്മൾ ഈ റിങ് വെച്ച് ടൈറ്റ് ചെയ്യുന്നു. 3 റിങ് ഇടുന്നു. ഒരു റിങ് നടുക്ക്, അതിനായിട്ട് ജോയിന്റിൽ, പിന്നെ മുകളിൽ റിങ്, താഴത്തെ റിങ് വെച്ച് ജോയിൻ ചെയ്യുന്നു. റിങ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ 10 അടി ഹൈറ്റിലാണ് പൈപ്പ് പിന്നെ വയ്ക്കുന്നത്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു നെറ്റ് ഇറക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ജോയിൻറ്റ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. കമ്പി ഇട്ട ഒറ്റ കമ്പി ആയതുകൊണ്ട് ചിലപ്പോൾ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ പൊട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇതുപോലെ ഒരു കമ്പി ജോയിന്റിൽ മാത്രം നെറ്റ് വളച്ചിട്ട് പകുതിയൊക്കെ ഇടുന്നു. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ തുളച്ചിട്ട് 2 കമ്പി അങ്ങോട്ടും. അത് നിങ്ങൾ മറ്റേ ഇടയ്ക്ക് നമ്മൾ ഓരോ ഹോൾ ഇട്ട് കൊടുത്ത് ഓരോ സ്റ്റീലാണി, മറ്റേ കോൺക്രീറ്റ് ആണി അടിച്ചെടുത്ത്. അതെന്തിനാണ്? അത് പിടിച്ച് അട്ടക്കാല് പിടിച്ച് കയറി ഇടയ്ക്ക് നമുക്ക് ഈ പച്ചനെറ്റ് കെട്ടാൻ സൗകര്യത്തിന് വേണ്ടി. ഈ പൈപ്പ് നിങ്ങൾക്ക് ഇത്രത്തോളം ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് മൊത്തമായിട്ട്? ഒരു പൈപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ കുഴിച്ച് റെഡിയാക്കി വെക്കാൻ ഇതൊരു 6 ഇഞ്ച് പൈപ്പിന് എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട്? പണിക്കൂലി അടക്കം ഒരു 1200 രൂപ കോസ്റ്റ് വരും. വലിയ പൈപ്പാകുമ്പോൾ. ചെറിയ പൈപ്പാകുമ്പോൾ ഒരു 200 രൂപ കുറേ 1000 രൂപ നിൽക്കും. തൈക്ക് വേറെ പൈസ. നമ്മൾ തൈ നമുക്ക് ഏത് തരം തൈ വേണമെങ്കിലും നമുക്ക്, അതായത് കുരുമുളക് ഏത് തൈ വേണമെങ്കിലും നമുക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇട്ടിരിക്കുന്നത് മലബാർ തെക്കനാണ്. അപ്പുറത്ത് നമ്മൾ കൂമ്പുക്കല്ല് തൈ ഇട്ടിട്ടുണ്ട്, പിന്നെ സാധാ പന്നിയൂർ ഇട്ടിട്ടുണ്ട്, പിന്നെ വിജയിൻ്റെ തൈ ഉണ്ട്. എല്ലാ തൈയും ഇട്ടിട്ടുണ്ട്. 4 തരം തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. PVC പൈപ്പിൽ നിന്ന് സിമെന്റ് പൈപ്പിലേക്ക് മാറാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? PVC പൈപ്പ് ആയാലും PVC പൈപ്പിന് ഒരു 700 രൂപ 750 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. പൈപ്പിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പൈപ്പിൽ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 അടിയൊക്കെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രീ ആയിട്ട് ഇടാറാണ് പതിവ്. പക്ഷെ നമ്മൾ കുറേ കാലം നിൽക്കുമ്പോൾ ഈ PVC പൈപ്പ് വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഈ വെയിറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഒടിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിൽ കോൺക്രീറ്റ് ചെയ്യണം. കോൺക്രീറ്റ് ചെയ്താൽ കുഴപ്പമില്ല, നിൽക്കും. അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ നമ്മൾ ചിലവ് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. 500 രൂപയുടെ മുകളിൽ കോസ്റ്റ്, ഒരു 500 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഒരു പൈപ്പിൻ്റെ മുകളിൽ തന്നെ. അത്രയും വരും കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ. 10-30 കൊല്ലം 10-40 കൊല്ലത്തേക്ക് അവിടെ നിന്നോളും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഷീറ്റ് ചുറ്റാൻ കാരണം എന്താണ്? ഇത് ഷീറ്റ് ചുറ്റാൻ തന്നെ ഇതിൻ്റെ മുകളിൽ പിടിക്കുന്നുണ്ടല്ലോ കുരുമുളക്. ഷീറ്റ് ചുറ്റാതെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഷീറ്റ് ചുറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ നന്നായിട്ട് വെയിലടിക്കുന്ന സമയത്ത് ഇത് പഴുക്കും, ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അട്ടക്കാല് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നന്നായിട്ട് ഇതിൽ പിടിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺക്രീറ്റ് പിടിക്കുന്നുണ്ട്. ഈ കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങാൻ എന്താണ് കാരണം? ഇവിടെ ഓൾറെഡി നമുക്ക് പരത്തേലൊക്കെ കുരുമുളക്, കവുങ്ങയിലും മാവേലും പ്ലാവേലും ഒക്കെ കുരുമുളക് ഉണ്ട്. ഇത് മാറ്റി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ പൈപ്പിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളം ഇതിന് മാത്രം കൊടുത്താൽ മതി. കുരുമുളകിന് മാത്രം വളം കൊടുത്താൽ മതി. മറ്റേത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിനും കുരുമുളകിന് കൊടുക്കുന്ന വളം മുഴുവൻ മാവോ പ്ലാവോ അല്ലെങ്കിൽ കവുങ്ങോ വലിച്ചെടുക്കും. ഇപ്പൊ കവുങ്ങിലാണ് നമ്മൾ കൂടുതൽ ചെയ്തത്. പക്ഷെ കവുങ്ങിന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കവുങ്ങിന്റെ മണ്ട പോകും. അതുകൊണ്ട് കുരുമുളക് നന്നായി കയറി എത്തുമ്പോൾ കവുങ്ങ് പോകും. അങ്ങനെ കവുങ്ങ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര നോക്കിയുണ്ടായേക്കാം. കവുങ്ങിന് കേട് കൂടുതലാണ് പൊതുവെ. ഇവിടെ കേട് കൂടുതലാണ്. ഈ സിമെന്റ് പൈപ്പിൽ വരാൻ കാരണം എന്താണ്? നമ്മൾ PVC പൈപ്പ് ഒഴിവാക്കിയതല്ല. നമുക്ക് നോക്കിയപ്പോൾ കുറച്ചും കൂടി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നിയത് കോൺക്രീറ്റ് ആസ്പെറ്റോസ് പൈപ്പാണ്. അതുകൊണ്ടാണ് പിന്നെ കോൺക്രീറ്റ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വിചാരിച്ചത്. എന്തായാലും PVC എടുത്താലും സിമെന്റ് എടുത്താലും കോൺക്രീറ്റ് ചെയ്യണം എന്ന് നമുക്ക് ധാരണ ഉണ്ടായിരുന്നു. അല്ലാതെ എല്ലാവരും ചെയ്യുന്നവരെ പകുതി കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ട് ബാക്കി കോൺക്രീറ്റ് ഇടാതെ ഉള്ള പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ തന്നെ വേറെ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. വയലിലല്ല ചെയ്തത്, അല്ലാണ്ട് പറമ്പിൽ 1.5 അടി താഴ്ചയിൽ 10 അടി പൈപ്പ് മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8.5 അടി മുകളിലേക്കായിട്ട് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അടിയിൽ മണ്ണിൽ കുഴിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അവർ തയ്യും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മാസമായി. ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 8 അടി പൈപ്പ് 10 അടിയല്ലേ ഹൈറ്റ് കിട്ടുള്ളൂ. മൊത്തം 10 അടിയാണ്. അതിൽ നമുക്ക് ഒരു 8 അടി അല്ലെങ്കിൽ 8 അടിയൊക്കെ കുരുമുളക് കയറാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് കുറയും, നമുക്ക് കിട്ടുന്നതിൻ്റെ ഈൽഡ് കുറയും. ഇതിപ്പോൾ ഒരു 14 അടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് കിട്ടൂല. ഒരു 6 അടിയും കൂടി കൂടുതലുണ്ടല്ലോ. അപ്പോൾ അത്രയും കൂടുതൽ മുകളിലേക്ക് പോകുന്നതും നല്ല വെയിലും ഒക്കെ കിട്ടുമ്പോഴാണ് കൂടുതലും മുളക് ഉണ്ടാകാൻ സാധ്യത. മുളക് ഉണ്ടാകുന്നത്. കൂടുതൽ ഹൈറ്റ് കൂടുമ്പോൾ ഇത് പറിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കിത് അവിടെ ഒരു ഏക്കോണി വെച്ചിട്ടുണ്ട്, അതേ കയറി സുഖമായിട്ട് പറിക്കാം. ഈ ഒരു ഏക്കറയിൽ ഇപ്പോൾ കുരുമുളക് തൈ വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇനി മുന്നോട്ട് വരുന്ന തലമുറ ആൾക്കാർക്കും ഇത് ചെയ്യാനുള്ള പ്രചോദനം എന്താണ് നൽകാനുള്ളത്? കുരുമുളകിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10-14 അടി ഹൈറ്റിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കോണിയോ അല്ലെങ്കിൽ ഏക്കോണിയോ വെച്ച് കയറിയിട്ട് നമുക്ക് കയറി പറിച്ചെടുക്കാം. പക്ഷെ അതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന് ഒരു പ്രാവശ്യത്തെ ചിലവാണ്. അതിന് ഇനീഷ്യൽ എക്സ്പെൻസാണ് നമുക്ക് മീറ്റ് ചെയ്യേണ്ട ആവശ്യം. ഒരു എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്താൽ ആദ്യത്തെ ഒരു എക്സ്പെൻസാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്ന ചിലവ്. പിന്നീട് നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ ബോർഡോ മിക്സ് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം വളം നമ്മൾ ഇട്ട് കൊടുത്താലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് കുറച്ച് വളം കൊടുത്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന വളം മുഴുവൻ കൊടിക്ക് കിട്ടും. താങ്ങാലും വളം വലിക്കില്ല. അതുകൊണ്ട് നമുക്കത് വളരെ നല്ല കാര്യമാണ്. കുറച്ച് വളം കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറേ ആൾക്കാർ തിരക്കുള്ള ആൾക്കാരുണ്ടാകുമല്ലോ. തിരക്കുള്ള ആൾക്കാർ ഇപ്പോൾ കൃഷിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുറഞ്ഞ ടൈം കൊണ്ട് ഈ കുരുമുളക് കൃഷി പരിചരിച്ച് വളർത്തി കൊണ്ടുവരാൻ കഴിയുമോ? എന്താണ് കുറഞ്ഞ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് നോക്കണം. കാരണം വെച്ചാൽ ഓരോ പ്രാവശ്യം കയറി പോകുന്നതനുസരിച്ച് കെട്ടി കൊടുക്കണം, ഒപ്പം നിന്ന് ചെയ്ത് കൊടുക്കണം. പിന്നെ കുരുമുളകിന് ഏറ്റവും വലിയ എന്താ വെച്ചാൽ നമുക്ക് സൗകര്യമുള്ള സമയത്ത് വിൽക്കാം. അതാണ് ഏറ്റവും ഏത് ടൈമിനും മാർക്കറ്റ് വാല്യൂ വില കിട്ടുന്ന സമയം നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. മറ്റൊരു വളവിന് നമുക്ക് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇതൊരു 3-4 വർഷം ഒന്നും ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് കുരുമുളക് ഇരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ വില കൂടുന്നതനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ ഒരു സാധനം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് മാർക്കറ്റിൽ കൂടുതൽ സാധനം കിട്ടി അപ്പോൾ വില കുറയും. ഇതും വില കുറയുന്നില്ല എന്നല്ലേ പറഞ്ഞാൽ. നമുക്ക് വിളവെടുക്കുന്ന സമയം ഒഴിച്ച് കുറച്ച് അങ്ങോട്ട് മാറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വില കൂടുതൽ കിട്ടും. ഇപ്പം തന്നെ ഈ വർഷം തന്നെ വിളവെടുക്കുന്ന സമയത്ത് വില ഉണ്ടായത് 600 രൂപ 580 രൂപയൊക്കെ വില ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 700 രൂപയുടെ മുകളിലായി വില. ഇനിയും വില കൂടാനാണ് സാധ്യത. 6 ഇഞ്ചിൽ നിന്ന് മാറ്റിയിട്ട് 4 ഇഞ്ചിലേക്ക് മാറാൻ കാരണം എന്താണ്? ഫസ്റ്റ് നിങ്ങൾ 6 ഇഞ്ചിൽ ട്രയൽ ചെയ്ത് നോക്കിയല്ലോ, പിന്നീട് നിങ്ങൾ 4 ഇഞ്ച് മതി എന്ന് പറയാൻ കാരണം? അങ്ങനെയില്ല, നമ്മൾ 6 ഇഞ്ചും 4 ഇഞ്ചും ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി 6 ഇഞ്ചിനാണ് കോസ്റ്റ് കൂടുതലാണ്, 4 ഇഞ്ചിനാണ് കുറച്ച് കോസ്റ്റ് വ്യത്യാസമുള്ളത്. കുരുമുളക് തൈക്ക് മെച്ചം ഏതാണ്? 6 ഇഞ്ചാണോ 4 ഇഞ്ചാണോ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 6 ഇഞ്ചും കുഴപ്പമില്ല, 4 ഇഞ്ചും കുഴപ്പമില്ല. 6 ഇഞ്ചിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്, കുറച്ചും കൂടി വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ ഏരിയ കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ 6 ഇഞ്ച് എന്താ വെച്ചാൽ കുറച്ചും കൂടി നല്ല ബലമാണ്. നമുക്ക് ഏത് കോണി വേണമെങ്കിൽ ചാരി വെച്ച് സുഖമായിട്ട് കയറി പറിക്കുകയും ചെയ്യാം. സിമെന്റ് പൈപ്പിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് കുരുമുളക് ചെയ്യുമ്പോൾ? സിമെന്റ് പൈപ്പിന് ആയുസ് കൂടുതൽ കിട്ടുന്നതാണ് നമ്മുടെ ഒരു ധാരണ. ഇത് മുതൽ മുടക്ക് നമുക്ക് എത്ര കാലം കൊണ്ട് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്? പക്ഷേ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3-ാം വർഷം തൊട്ട് ഒരു നന്നായിട്ട് കായ കിട്ടും. അപ്പം അങ്ങനെ 3 വർഷം മുമ്പ് ഏത് തൈകളാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കായ്ക്കുക? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഏതൊക്കെ തൈകളാണ് വെച്ചിട്ടുള്ളത്? ഇവിടെ നമ്മളിപ്പോൾ കൂമ്പതൊക്കെ മുഴുവൻ കൂമ്പുക്കല്ല് തൈകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അവിടെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഏതാണ് ഏറ്റവും നല്ല കുരുമുളക് തൈ എന്ന് പറയാൻ പറ്റുന്നത്? ഏറ്റവും പെട്ടെന്ന് റെഡി ആവുന്നത്? പെട്ടെന്നല്ല, കുരുമുളക് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവം കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് പന്നിയൂർ ഐറ്റങ്ങളാണ്. പന്നിയൂർ 8 7 1 ആയാലും
അത്യാവശ്യം നല്ല വിളവ് കിട്ടും പന്നിയൂര്. പന്നിയൂര് പിന്നെ ഇപ്പോൾ പുതിയ തൈകളുണ്ട്, ഈ പൂമ്പുക്കൽ എന്നൊക്കെ പറഞ്ഞ തൈ നമ്മൾ വെച്ച് നോക്കിയിട്ടുള്ളൂ. പക്ഷെ അതിന് ഈൽഡ് എത്ര ഉണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. നമ്മളൊക്കെ ഇവിടെ കായ്ക്കുന്നേ ഉള്ളൂ. കായ്ച്ചു തുടങ്ങി അത് എടുത്താലേ നമുക്ക് അതിന്റെ ഈൽഡ് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ.